എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചിന്തിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലികൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം റിട്ടേൺ എക്സാം ഒക്കെ കഴിഞ്ഞു, അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്തെല്ലാം ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ മെയിൽ, അത് അങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റിനെ അറിയപ്പെടുന്നത്. മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ മെയിലാണ് JHI. അതിപ്പം മെയിലും ഫീമെയിലും ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പോസ്റ്റിനെ പറയുന്നത്, അതിൻ്റെ ഇതിൽ പറയുന്നത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ മെയിലാണ് JHI എന്ന് വരുന്നത്. നമ്മൾ പണ്ട് സിലബസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് മെയിലായാലും ഫീമെയിലായാലും നമുക്ക് വിഷയമല്ല. നമ്മൾ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്നത് എന്തെല്ലാം ജോലികളാണ്, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എന്ത് പറയാനുണ്ട്? മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ, ഒരു JHI എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്? വൺ ഓഫ് ദി 2 സ്റ്റാഫ് മെമ്പർ ഓഫ് സബ് സെൻറ്റർ. ഒരു സബ് സെൻറ്ററിലുള്ള സ്റ്റാഫ് മെമ്പറിൽ 2 പേരാണ് ഉണ്ടാവുക. വൺ ഓഫ് ദി 2 സ്റ്റാഫ് മെമ്പർ ഓഫ് സബ് സെൻറ്റർ. ഒരു സബ് സെൻറ്ററിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു JHI ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു JPH ഉണ്ടാവും. അപ്പം ഈ JHI ആൻഡ് JPH ഈ 2 പേര് അടങ്ങിയിരിക്കുന്ന മെമ്പർ, പിന്നെ വീണ്ടും അതിൻ്റെ ആ ടീമിൽ തന്നെ വേറെയും ആളുകൾ ഉണ്ടാവും. നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, വാർഡ് മെമ്പേഴ്സ് ഉണ്ടാവാം, വോളണ്ടിയേഴ്സ് ഉണ്ടാവാം, ആശാ വർക്കേഴ്സ് ഉണ്ടാവാം, എല്ലാവരും ഉണ്ടായിരിക്കാം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഫെസിലിറ്റിയാണ്. നമ്മൾ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് പോലും ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലെ 2 മെമ്പേഴ്സാണ്. ആ 2 മെമ്പേഴ്സിലത്തെ ഒരാളാണ് JHI. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിലത്തെ ഒരു വ്യക്തിയാണ് JHI എന്നത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വർക്ക് റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ജോലികളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഒന്ന്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സബ് സെൻറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടതും, അതേപോലെ തന്നെ ഫീൽഡ് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. സബ് സെൻറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതുണ്ട്, അതേപോലെ തന്നെ ഉത്തരവാദിത്വത്തോടുകൂടി ഫീൽഡ് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡ് റെസ്പോൺസിബിലിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കിപ്പം ഏകദേശം നമുക്ക് പോപ്പുലേഷൻ കവർ ചെയ്യാൻ വരുന്നത് ഏകദേശം 3000 മുതൽ 8000 പോപ്പുലേഷനാണ് ഒരു സബ് സെൻറ്ററിൻ്റെ അണ്ടറിൽ. സാധാരണഗതിയിൽ പറയുന്നത് 5000 പോപ്പുലേഷൻ ഒരു സബ് സെൻറ്റർ എന്ന നിലയിലാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 5000 പോപ്പുലേഷനൊന്നല്ല, അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ പോപ്പുലേഷനാണ് ഓരോ സബ് സെൻറ്ററിൻ്റെ അണ്ടറിലും ഉള്ളത്. അപ്പോൾ ആ സബ് സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള പോപ്പുലേഷൻ്റെ, ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ, ആ പോപ്പുലേഷൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അവർക്ക് ആരോഗ്യ സേവനങ്ങൾ കൊടുക്കേണ്ടതെല്ലാം ഈ JHI അല്ലെങ്കിൽ JHIയുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. ബോത്ത് JHI ആൻഡ് JPH. അപ്പം നമുക്ക് JPHൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ചിന്തിക്കാനില്ല, അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. എന്നാലും നമുക്ക് JHIയുടെ കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഫീൽഡ് ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റിലെ വരുന്നത്? ഏരിയ, പീരിയോഡിസിറ്റി ഓഫ് വിസിറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്.
നമുക്ക് ഏരിയ നമുക്കറിയാം, കൃത്യമായിട്ടുള്ള ഒരു ഏരിയ, ഇപ്പോൾ ഒരു സബ് സെൻറ്റർ ഏരിയ നമുക്ക് തന്നിട്ടുണ്ടാകും. അതിനകത്ത് ചിലപ്പോൾ വാർഡുകളുടെ എണ്ണം കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം. അത് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ് പറയുന്നത്. ഇത്ര പോപ്പുലേഷന് ഇത്ര ഒരു സബ് സെൻറ്റർ എന്ന നിലയിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയയുടെ നമുക്ക് വർക്ക് ചെയ്യേണ്ട, നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഏരിയ മാപ്പ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഏരിയയിൽ ആ പോപ്പുലേഷൻ, അതിൽ വരുന്ന പോപ്പുലേഷൻ നമ്മൾ കൃത്യമായിട്ടും കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ ഓരോ വ്യക്തിയും, ഓരോ കുടുംബത്തിലും, ഓരോ ഫാമിലിയിലും, ഓരോ വീടുകളും നമ്മൾ സന്ദർശിച്ച് അവിടെ എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. വിസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഏരിയയിൽ, അത് ഒരു വീട്ടിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 വിസിറ്റ് ഇൻ 2 months ടു ഈച്ച് ഹൗസ് ഹോൾഡ് ഇൻ ദി ഏരിയ അലോട്ടഡ്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഏരിയയിലത്തെ വീടുകൾ സന്ദർശിച്ചിരിക്കണം എന്നത് കർശനമായിട്ടുള്ള നിർദ്ദേശമാണ്. അതിന് ഡേ ബ്ലോക്കുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ ഡേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് സർവീസിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ഏരിയയിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ സന്ദർശനം ചെയ്തിരിക്കണം. ഇനി റിപ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ് റിപ്പോർട്ടിങ്? അത് നമുക്ക് നമ്മുടെ സൂപ്പർവൈസേഴ്സിനാണ്. ഇപ്പോൾ JHI നിലയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് HI ഹെൽത്ത് ഇൻസ്പെക്ടർക്കാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഫീൽഡ് വിസിറ്റിൻ്റെ റിപ്പോർട്ടെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റിയിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ വിസിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ഫീൽഡ് വിസിറ്റ് ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് വിസിറ്റ് പറഞ്ഞാൽ ഓരോ വീടുകളും, അതേപോലെ തന്നെ ആ ഏരിയയിൽ വന്നിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതത് സമയത്തിനായിട്ട് ടൈം ബേസ് ആയിട്ട് അത് ഹയർ അതോറിറ്റിയിലേക്ക്, നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള HIക്ക് കൊടുക്കുക. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഫാമിലി വില്ലേജ് റെക്കോർഡ്സ് ആണ്. ഫാമിലി ആൻഡ് വില്ലേജ് സർവേ നടത്തണം. കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ് ഫാമിലി ആൻഡ് വില്ലേജ് സർവേ. അതേപോലെ തന്നെ അതിൻ്റെ ഒരു റെക്കോർഡും കീപ്പ് ചെയ്യേണ്ടതാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് അലോങ് വിത്ത് JPHനും കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു വില്ലേജ് റെക്കോർഡ്, ഫാമിലി ആൻഡ് വില്ലേജ് റെക്കോർഡ് തയ്യാറാക്കുന്നത്. അതിനകത്ത് ജനറൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. എന്തൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ, സ്ഥിരമായിട്ട് ഉള്ള അസുഖങ്ങളുള്ളവർ, ആളുകൾ, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഫാമിലി വില്ലേജ് സർവേ രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് JPHനും JHIയും കൂടെ കമ്പൈനായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റീസാണ് ഫാമിലി ആൻഡ് വില്ലേജ് റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ അതിൽ പറയുന്നുണ്ടോ, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈറ്റൽ ഇവൻറ്റ്സ്, എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, ലോക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, സർവീസ് റെൻഡഡ്, അച്ചീവ്മെൻറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ റെക്കോർഡിനകത്ത്, സർവേ റെക്കോർഡിനകത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എന്താണെങ്കിൽ ഈ ഒരു വില്ലേജ് ഹെൽത്ത് സർവേ റെക്കോർഡ്, ഈ റെക്കോർഡാണ് ഒരു ഹയർ അതോറിറ്റിയിൽ നിന്ന്, ഇപ്പം നിങ്ങളുടെ സൂപ്പർവൈസറി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ഇന്ന വാർഡിൽ ഇന്ന സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങനെ ആരോപണം വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കണം അത് ആരുടെ വീടാണ്, അവിടേക്കുള്ള റൂട്ട് എങ്ങനെയാണ്, അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം, അവിടുത്തെ ആളുകളുടെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാനും അത് അവതരിപ്പിക്കാനും സഹായകമാകുന്നതാണ് ഇത്തരത്തിലുള്ള ഫാമിലി റെക്കോർഡുകൾ, വില്ലേജ് ഹെൽത്ത് സർവേ റെക്കോർഡുകൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഈ സർവേ നടത്തുന്നത് നമുക്കിപ്പം ജോലിയിൽ കയറിയാൽ തന്നെ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇത്തരം കാര്യമാണ്. നമ്മുടെ ഫീൽഡ് സ്റ്റഡി, ഫീൽഡ് നമ്മുടെ ഫീൽഡ് എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു സ്റ്റഡി നടത്തണം. ഇന്ന വാർഡുകൾ, ഇത്ര വീടുകളുണ്ട്, അവിടെ ഇത്ര ആളുകൾ, പോപ്പുലേഷൻ ഉണ്ട്, ഇത്ര പേര് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇന്ന സാംക്രമിക രോഗങ്ങളുണ്ട് സ്ഥിരമായിട്ട്, അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചവർ, TB പേഷ്യൻസ് എത്ര പേരുണ്ട്, ക്യാൻസർ പേഷ്യൻസ് എത്ര പേരുണ്ട്, ലെപ്രസി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മേജറായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചവരുടെ എണ്ണം, അവരുടെ വീടുകളിലേക്കുള്ള റൂട്ട്, അതെല്ലാം കൃത്യമായിട്ട് മാപ്പ് ചെയ്തിരുന്നാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു സർവേ കൃത്യമായിട്ട്, അതിന് റെക്കോർഡ്സ് കൃത്യമായിട്ട് സൂക്ഷിക്കണം.
ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. ഇതിനകത്ത് 2 പ്രോഗ്രാംസ് ആണ് ഫസ്റ്റിലെ നമുക്ക് ഈ സിലബസിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനകത്ത് മലേറിയ പ്രോഗ്രാംസും ഉണ്ട്, അതേപോലെ തന്നെ TB ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് റീസെൻ്റ് ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പം മലേറിയ പ്രോഗ്രാംസിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളിപ്പം മലേറിയ ഡെങ്കു ആണ് ഇപ്പം ഒരുപാട് കുറച്ചുകൂടി കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ഇപ്പോൾ ഡെത്ത് റേറ്റ് ഒക്കെ കൂടി വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ മലേറിയ പ്രോഗ്രാംസിൽ എന്താണ് ഉള്ളത്? ഫീവർ കേസുകൾ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ഫീവർ കേസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ ഫീവർ കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഫീൽഡിൽ പോയിട്ട് ഫീവർ കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. അവിടെ നമ്മൾ സ്മിയർ എടുക്കും. സ്മിയർ കളക്ഷനിൽ നമ്മൾ 2 തരത്തിലുള്ള സ്മിയറുകളാണ് എടുക്കുന്നത്. ഒന്ന് തിക്ക് സ്മിയർ എടുക്കും, അതുപോലെ തന്നെ തിൻ സ്മിയർ എടുക്കും. അപ്പം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഫീൽഡ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടത്? ഫീവർ കേസുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പനി എവിടെയൊക്കെയാണ് പനിയുള്ളത് അവരുടെയൊക്കെ ബ്ലഡ് സ്മിയർ എടുക്കും. ഈ ബ്ലഡ് സ്മിയർ എടുക്കാനുള്ള ലാൻസെറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ബോക്സൊക്കെ ഒരു ജയച്ചയുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാവേണ്ട കാര്യമാണ്. സൂപ്പർവൈസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിൽ കാണുന്നതാണ്, ഒരു ജയച്ചയുടെ ബാഗിലും ഇത്തരത്തിലുള്ള ഈ സ്ലൈഡ് ബോക്സ് ഒന്നും കാണാറില്ല. ഒരു ജയച്ചയുടെ ബാഗിൽ എപ്പോഴും കരുതേണ്ട സാധനമാണ് സ്ലൈഡ് ബോക്സും അതിന് അനുബന്ധ സാമഗ്രികളും. ഓക്കെ, അപ്പോൾ നമ്മളൊരു മലേറിയ കേസ് ഒരു ഫീവർ കേസ് കണ്ടുപിടിച്ചു. അതിനകത്ത് നമ്മൾ അതിൻ്റെ ബ്ലഡ് സ്മിയർ എടുത്തു. ഇത് മലേറിയ ബാധിച്ചിരിക്കുന്ന ഏരിയയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് പ്രിസംപ്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ മാസ് സർവേയിലും അതേപോലെ തന്നെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയിലും ചെയ്യുന്ന ഭാഗമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്ലഡ് സ്മിയർ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് സ്മിയറുകൾ എപ്പോഴാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്? ലാബോറട്ടറിക്ക് ഡെസ്പാച്ച് ചെയ്യുന്നത് 2 ആഴ്ചയിൽ ഒരിക്കലാണ്, ട്വൈസ് എ വീക്ക്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചോദ്യം പലയിടത്തും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് സ്മിയറുകൾ 2 ആഴ്ചയിൽ ഒരിക്കൽ അത് ലാബോറട്ടറിയിലേക്ക് കൊടുത്തിരിക്കണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ മലേറിയ സ്ലൈഡ് മാത്രമല്ല, നമ്മൾ കളക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു ഫീവർ കേസ് വന്നു, അവിടെ നമുക്ക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ്, ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്മിയർ കളക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് നമ്മുടെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സ്മിയർ സാമ്പിൾസ് ആ സ്ലൈഡുകൾ 2 ആഴ്ചയിൽ ഒരിക്കൽ അത് ലാബിലേക്ക് എത്തിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അത്തരത്തിലുള്ള ലാബിലേക്ക് നമ്മൾ ഒരു സ്മിയർ സ്ലൈഡ് അയച്ചു, അതിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിൻ്റെ ഫോളോ അപ്പ് കൂടെ നമ്മുടെ റെക്കോർഡ്സിൽ നമ്മുടെ രജിസ്റ്ററിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കണം. പോസിറ്റീവ് കേസ് ഉണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോണ്ടാക്ട് സ്മിയറുകൾ എടുക്കും, സ്മിയറുകൾ എടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു മലേറിയ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഏരിയയിൽ ഒരു മലേറിയ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു മാസ് സർവേ സംഘടിപ്പിക്കും. അതിന് ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്ന് എല്ലാവരുടെയും സ്മിയർ കളക്ട് ചെയ്തിട്ട് അത് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ലാബിലേക്ക് അയക്കുന്നു. അതിൻ്റെ റിസൾട്ട് കളക്ട് ചെയ്യുന്നു. ഈ അസുഖബാധിതരായിരിക്കുന്നവർക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് മലേറിയ സർവൈലൻസിൻ്റെ. ഇനി അതുപോലെ തന്നെ നമുക്ക് ആ മലേറിയ അവിടെ കേസ് വന്ന സ്ഥലത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രേയിങ് അത്തരത്തിലുള്ള അനുബന്ധ കാര്യങ്ങൾ, അതിൻ്റെ സോഴ്സ് റിഡക്ഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതും ജയച്ചയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ മലേറിയ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള റാഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ അറേഞ്ച് ചെയ്യേണ്ടതും ജയച്ചയുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഫോളോ അപ്പ് സ്മിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ, ഇപ്പം അസുഖബാധിതരായിട്ട് ഇനിയിപ്പോൾ ഒരു അസുഖം ഭേദപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒന്നുകൂടെ സ്മിയർ നോക്കി അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടതും ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ജയച്ചയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാണ്. ഇനി അതിൽ അവസാന പോയിന്റ് പറയുന്നത് എന്താണെങ്കിൽ എഡ്യൂക്കേറ്റ് കമ്മ്യൂണിറ്റി ടു ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ഫോർ ഫീവർ കേസസ്. നമ്മൾ പറയുന്നത് എല്ലാ ഫീവർ കേസിൻ്റെയും സ്മിയർ എടുക്കണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഏരിയയിലത്തെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അസുഖം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു ആരോഗ്യ ബോധവൽക്കരണം ആ ഏരിയയിലത്തെ ആളുകൾക്ക് കൊടുക്കേണ്ടതും ഈ ജയച്ചയുടെ ഉത്തരവാദിത്തത്തിലാണ്. അതേപോലെ തന്നെ അടുത്തൊരു പ്രോഗ്രാമാണ് റിവേഴ്സ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാം.
ടി ബി അസുഖമുള്ള ഇപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലും ടി ബി അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട് പുതിയ കേസുകളിൽ. കാരണം ഈ അതിഥി തൊഴിലാളികളുടെ അതിപ്രസരം ടി ബി കേസുകൾ കൂട്ടിയിട്ടുണ്ട്. ടി ബി അതുപോലെ തന്നെ ലെപ്രസി അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയ്ഡ്സ് കേസുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടി ബി കേസുകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അതിൻ്റെ ഇപ്പോൾ ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആ ഡോട്ട്സ് പ്രൊസീജിയറിൻ്റെ അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടതൊക്കെ ജയിച്ചയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടാണ്. അപ്പോൾ ടി ബി കേസസ് നമുക്ക് എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക? ചുമ അല്ലേ, നമുക്ക് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം 4 ദിവസത്തിൽ കൂടുതൽ ചുമ വരുന്ന കേസുകളൊക്കെ നമുക്ക് ടി ബി ആയിട്ട് പരിഗണിച്ച് അവരുടെ സ്പ്യൂട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്യാനാവും. അപ്പം അതെങ്ങനെയാണ്, ഏതൊക്കെ സ്പ്യൂട്ടമാണ്. ഇപ്പോൾ ടി ബിയെ കുറിച്ച് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്, ടി ബിയെ കുറിച്ച് ചോദ്യം വരികയാണെങ്കിൽ ഇപ്പം ജില്ലകൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ടി ബി കേസുകൾ കൂടുതലാണ്. അതേപോലെ മലപ്പുറം ജില്ലയിൽ ഞാൻ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഇത്തരം ജില്ലകളിലൊക്കെ ടി ബിയെ കുറിച്ച് ചോദിക്കും. എന്തൊക്കെ ടൈപ്പ് ടി ബി അസുഖം ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്, എവിടെയൊക്കെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ ടി ബി ബാധിക്കുന്നത് പൾമണറി ടി ബി ഉണ്ട്, എക്സ്ട്രാ പൾമണറി ഉണ്ട്, ലേറ്റൻറ്റ് ടി ബി ഉണ്ട്. അതൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. പൾമണറി ടി ബി എവിടെയാണ് ഉണ്ടാകുന്നത്, നമുക്ക് ശ്വാസകോശത്തെയും ബാധിക്കുന്നതാണ്. എക്സ്ട്രാ പൾമണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശത്തിന് പുറമെ ബാധിക്കുന്ന ടി ബി ആണ്. ഇത്തരം അസുഖങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പോൾ ഡോട്ട്സ് അറിയാം. ഡോട്ട്സിൽ എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ ഡോട്ട്സിൽ കൊടുക്കുന്നത്, അതിൻ്റെ അതിൻ്റെ റെജിമെൻ എന്തൊക്കെയാണ്. ഇപ്പോൾ 2 ഫേസുകളുണ്ട്. ഏതൊക്കെ ഫേസുകളാണ് ടി ബിക്ക് നമുക്ക് മരുന്നുകൾ കൊടുക്കുന്നത്, ഈ മരുന്നുകളുടെ ബ്ലിസ്റ്റർ പാക്കുകളുടെ കളറുകൾ ഏതൊക്കെയാണ്. ഇത്തരം ചോദ്യങ്ങളാണ് ടി ബിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഈ ടി ബിയുമായിട്ട് അതിൻ്റെ ആ കൺട്രോൾ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ടത് JHI അല്ലേ. അവരെടുക്കുന്ന ആ ഡോട്ട്സ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടതും JHI. അതിൻ്റെ ടി ബി കാർഡ് ഉണ്ട്. ടി ബി കാർഡ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത്, അതിൻ്റെ എൻട്രി ചെയ്യേണ്ടത്, അവർ കഴിക്കുന്ന മരുന്ന് എൻട്രി ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ JHIയുടെ ഉത്തരവാദിത്തമാണ് ഉള്ളത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ടി ബിക്ക് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ, BCG വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടത്, വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത് JHI ആണ്. ഫസ്റ്റിൽ നമുക്ക് ഈ BCG മാത്രമല്ല, എൻ്റെ ഈ വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ എല്ലാം ചെയ്യേണ്ടത് JHI ആണ് ചെയ്യേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ടി ബിയുമായിട്ട് എന്ത് പ്രോഗ്രാം വരുന്നു, എന്തെല്ലാം പ്രോഗ്രാമുകൾ വരുന്നു. ഇപ്പം ടി ബി ഇപ്പം നിക്ഷയ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിക്ഷയ് സോഫ്റ്റ്വെയറിൽ ടി ബി പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നത്, ടി ബി മുക്തമായവരുടെ സംഗമങ്ങൾ, അവരുടെ രോഗികളായിട്ട് സംഗമങ്ങൾ, അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതെന്തിനാണെങ്കിൽ നിലവിൽ അസുഖബാധിതരായവർക്ക് ഈ ടി ബി അവർ വന്ന് അവരുടെ അനുഭവങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് ആ മരുന്ന് കഴിക്കാനും ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവാൻ വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ഉണർവ് കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ, രോഗി സംഗമങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതെല്ലാം JHI ആണ് ചെയ്യേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. ആരോഗ്യ സന്ദേശങ്ങൾ കൊടുക്കുക. ഈ ടി ബി ബാധിച്ചവർക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, മരുന്ന് കഴിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ JHIയുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അതിന് അടുത്തത് ലെപ്രസി കൺട്രോൾ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ലെപ്രസി കൺട്രോൾ പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് അസുഖമാണോ ഇപ്പോൾ നിലവിൽ ആ ഏരിയയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്, ആ അസുഖത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് JHI ആണ്. ഇപ്പം ഇപ്പം ലെപ്രസി ആണെങ്കിൽ ഐഡൻറ്റിഫൈ പേഴ്സൺ ഹാവിങ് സസ്പിഷ്യസ് പാച്ചസ്, ശരീരങ്ങളിൽ എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ നമ്മൾ ACT സെൻ്ററുകളിലെത്തി അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് ആ രോഗം ഭേദമാകുന്ന തരത്തിലുള്ള അവർക്ക് ചികിത്സ കൊടുക്കുന്നതിനും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ JHIമാരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നിലവിൽ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലെപ്രസി ഫൈലേറിയ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആ ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതൊക്കെ ജയച്ചയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. പിന്നെ മറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് പ്രോഗ്രാംസ്, സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസുകളിൽ പറയാനുള്ളത് എന്താണെങ്കിൽ, ഇപ്പം ഓരോ സമയങ്ങളിലും ഇപ്പം നമ്മുടെ അധികാരികൾ, ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും ഹെൽത്ത് സർവീസിലെ ഗവൺമെൻറ് ഭാഗമായിട്ട് ഓരോ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യും. അപ്പം ആ ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്താണെന്ന്, അതിൻ്റെ പേരുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആനന്ദം എന്ന് പറഞ്ഞിട്ട് ഒരു അത്തരത്തിലുള്ള പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇൻ്റർവ്യൂവിൽ കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ അസുഖം എന്താണ്, നിപ വന്നിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിരിക്കുന്ന ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പയിൻ, അതിൻ്റെ പേരെന്താണ്. അതേപോലെ തന്നെ ഒരു മാസമായിട്ടുള്ളൊരു ഇമ്മ്യൂണൈസേഷൻ നടന്നിരിക്കുന്നു, അതിൻ്റെ ആ ഇമ്മ്യൂണൈസേഷൻ്റെ പേരെന്താണ്. ഈ ലെപ്രസി ഡിറ്റക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നിരിക്കുന്നു, ആ ക്യാമ്പയിൻ്റെ പേരെന്താണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം, നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോബ് റെസ്പോൺസിബിലിറ്റീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഈ ക്യാമ്പയിനുകളുടെ, സ്പെഷ്യൽ ക്യാമ്പയിനുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെപ്രസി ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ, കൺട്രോൾ പ്രോഗ്രാം നോക്കി. ഇനി അതർ ഹെൽത്ത് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ്, മറ്റ് എന്ത് തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഡ്യൂട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ്. എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും കൂടെ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ഇപ്പോൾ ഒരു സബ് സെൻറ്റർ ലെവലാണെങ്കിലും ഒരു PhD ലെവലാണെങ്കിലും മറ്റെന്ത് തരത്തിലാണെങ്കിലും അതിനൊരു കോർഡിനേഷൻ ചെയ്യേണ്ടതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന കാര്യമാണ്. അതിൽ തന്നെ NCD വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, ഇതിൻ്റെ ക്യാമ്പുകൾ, NCD ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യണം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ക്യാമ്പയിനുകൾ വരുന്നുണ്ട്. 2 ആഴ്ചയിൽ കൂടുമ്പോൾ ഒരു ദിവസം അവരുടെ ക്യാമ്പയിൻ വരുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കും, സമയങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അവരുടെ ക്യാമ്പയിനുകൾ വരുന്നുണ്ട്, അവരുടെ ചികിത്സ, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ NCDയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ BP, ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതും അതിന് കോർഡിനേറ്റ് ചെയ്യേണ്ടതൊക്കെ ജയച്ചയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിടയിൽ HIV AIDS പേഷ്യൻ്റ്, അതുപോലെ തന്നെ STD ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ അതിഥി തൊഴിലാളികളാണെങ്കിലും കൂടെ അവരുടെ ഇടയിലും ഒരുപാട് കേസുകൾ കൂടി വരുന്നതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ, സർവേകളൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളും വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും, എന്ത് ഹെൽത്ത് പ്രോഗ്രാം, ഐ ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ വരുമ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതും ഹെൽത്ത് സർവീസിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതും ജയച്ചയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി RCH പ്രോഗ്രാം വരുന്നുണ്ട്. എന്താണ് RCH പ്രോഗ്രാമിൽ വരുന്നത്? RCH പ്രോഗ്രാമിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ് കൂടുതലും നമുക്ക് JPHനുമായിട്ട് കമ്പൈനായിട്ടാണ് ഈ ഡ്യൂട്ടീസ് വരുന്നത്. നമുക്ക് എലിജിബിൾ കപ്പിൾസിൻ്റെ ഡാറ്റ കൃത്യമായിട്ട് നമ്മൾ ഡാറ്റ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ RCHൽ വരുന്നത് നമുക്ക് കുറച്ചുകൂടി വരുന്നത് ഫാമിലി പ്ലാനിങ് കാര്യങ്ങളാണ് വരുന്നത്. ഈ ഫാമിലി പ്ലാനിങ് മെത്തേഡുകൾ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ അവരെ പറഞ്ഞ് ബോധവൽക്കരണം നടത്തേണ്ടത് ജയച്ചയുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അവരടുത്ത് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ ഫാമിലി പ്ലാനിങ് മെത്തേഡുകളും അതിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം. ഇപ്പം ഈ ഒരു ടൈമിൽ വരുന്നത് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് വീക്കാണ് വരുന്നത്. ആ ഒരു വാരത്തിൽ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് കുഞ്ഞിനും അതേപോലെ തന്നെ അമ്മയ്ക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ആരോഗ്യകരമായിട്ടുള്ള സന്ദേശങ്ങളും കൊടുക്കേണ്ടതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് വരുന്നത് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനാണ്. കുറച്ചും കൂടി ഗൗരവമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങളും പടരുന്നതൊക്കെ നമ്മുടെ പരിസര മലിനീകരണം, ആ ഒരു ഇത് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ
ജോലി വരുന്നതും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനിൽ. അത് അവിടെ ഇപ്പോൾ ഒരു സാനിറ്ററി വെല്ലാണെങ്കിൽ സാനിറ്ററി വെൽ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സാനിറ്ററി വെല്ല് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അത് പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സാനിറ്ററി വെല്ലിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്, ഒരു പബ്ലിക് വെല്ല് അതെങ്ങനെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ, അത് ഉപയോഗിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വാട്ടർ ബോൺ ഡിസീസുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ക്ലോറിനേഷൻ ടെക്നിക്കുകളെ കുറിച്ച് ഇപ്പോൾ ഈ വാട്ടർ ബോൺ ഡിസീസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലോറിനേഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നതിൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലോറിനേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അടുത്ത വീഡിയോസിൽ ക്ലോറിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത്. ഇപ്പം ഈ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിലും ഹരിത കർമ്മസേന കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീടുകളിൽ വന്ന് മാലിന്യം ശേഖരിച്ച് പോകുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് അതിൻ്റെ നമുക്ക് അടുത്ത വീഡിയോസിൽ അതിനകത്ത് വരുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഓരോ ദിവസങ്ങളും കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് ഡിസ്പോസൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഡയറക്റ്റ്ലി കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഹോം സാനിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ലാട്രിൻ, സാനിറ്ററി ടൈപ്പ് ഓഫ് ലാട്രിൻ ഉപയോഗിക്കേണ്ടതിൻ്റെ ഗുണമേന്മകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മുടെ ഏരിയയിൽ ആളുകളെ ബോധവൽക്കരണം ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന രീതിയിലാണ് അസുഖങ്ങൾ പടരുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ തന്നെയാണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നത്. നമുക്കിപ്പം അറിയുന്ന ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഡിസീസ് പറയുന്നത് കോളറ, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പ്ലാഗ്, അതേപോലെ പോളിയോമൈലൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്, മീസിൽസ്, മംസ്, വൂപ്പിംഗ് കഫ്, മെനിഞ്ചൈറ്റിസ്, ഇൻ്റർമിറ്റൻറ്റ് ഫീവർ ആൻഡ് അതർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡയേറിയ വരുന്നുണ്ട്, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം PSCയിൽ ഇപ്പം നമ്മളറിയാതെ തന്നെ PSCയിൽ നേരിട്ട് ഡോക്ടറെ വന്ന് കണ്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം അസുഖങ്ങളൊക്കെ നമ്മൾ ഇപ്പം PSCയിൽ വന്ന് ഡോക്ടറെ അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ വിസിറ്റ് ചെയ്യേണ്ടതും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലും OP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കിട്ടും. ഇന്ന അസുഖങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ കൺട്രോൾ ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കൺട്രോൾ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതും ചെയ്യാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും നടത്തേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫീൽഡിൽ പോയിട്ടുണ്ടെങ്കിൽ ചില കേസുകളൊന്നും കിട്ടണമെന്നില്ല. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PSCയിലോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഡാറ്റാസ് കിട്ടും. അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഏരിയയിൽ ഇന്ന ഏരിയയിൽ പിന്നെ വാർഡ് അല്ലെങ്കിൽ വീട്ടുപേരൊക്കെ തരുള്ളൂ. ആ വാർഡ്, വീട്ടുപേര്, ആളുടെ പേര് ഏതാണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞത് വില്ലേജ് ഹെൽത്ത് സർവേ ആ ബുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ കൺട്രോൾ ആക്ടിവിറ്റീസ് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കൺട്രോൾ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത് വരുന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കണം. എന്തിനൊക്കെ കൊടുക്കേണ്ടതുണ്ട്, അവരുടെ ഒരു അസുഖത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരണം ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി, ഹൈജീൻ, എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ എങ്ങനെയാണ് പ്രിവെൻഷൻ ചെയ്യേണ്ടത്, ഇനി പിന്നെ ഈ വാക്സിനേഷൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ഗുണം, അത് എടുക്കേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഹെൽത്ത് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തത് ന്യൂട്രീഷണൽ സർവീസാണ്. ന്യൂട്രീഷണൽ സർവീസ് പറഞ്ഞാൽ
അതായത് നമുക്ക് ഇപ്പം അനീമിക് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ ഏരിയയിൽ കാണാൻ പറ്റും. കുട്ടികളാണെങ്കിലും കുറച്ച് മുതിർന്നവരാണെങ്കിലും. കൂടുതൽ കുട്ടികളിലാണ് ഇപ്പം അതിന് സപ്ലിമെൻറ്റുകളൊക്കെ സ്കൂൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്, വിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് അനീമിയ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഈ എലിജിബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള വിപ്സിൻ്റെ ഇപ്പോൾ ഫോളിക് ആസിഡ്, അയൺ ഫോളിക് ആസിഡാണ് കൊടുക്കുന്നത്. അത്തരം ഈ ആളുകളെ കണ്ടെത്തി അവർക്ക് അതിൻ്റെ ന്യൂട്രീഷണൽ സർവീസ് നമ്മൾ കൊടുക്കുക. അംഗൻവാടി ഹെൽത്ത് പ്രോഗ്രാംസൊക്കെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. അംഗൻവാടി ഹെൽത്ത് പ്രോഗ്രാംസിൽ നമ്മൾ കൃത്യമായിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾ, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും സ്കൂളുകളിൽ നിന്നാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കാനും ഏറ്റവും ആദ്യം എന്താണ് വേണ്ടത്, അത് കഴിക്കുന്നത് കൊണ്ടുള്ള അവരുടെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്തരം കാര്യങ്ങളാണ് വേണ്ടത്. ഇനി അടുത്ത് വരുന്നത് ഇമ്മ്യൂണൈസേഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇരിക്കുന്ന ഡ്യൂട്ടിയാണ് JHIയുടെ ഇമ്മ്യൂണൈസേഷനിൽ കൃത്യമായിട്ട് ഇമ്മ്യൂണൈസേഷൻ സമയത്ത് എൻ്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത് JHI ആണ്. നമ്മൾ വാക്സിൻ ഇപ്പോൾ അതിൽ പറയുന്നത് ഹെൽപ്പ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് വാക്സിൻ അഗെയിൻസ്റ്റ് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് ആസ് വെൻ ഇൻസ്ട്രക്റ്റഡ് ബൈ ഹയർ അതോറിറ്റീസ്. വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിന് എതിരെ നമ്മൾ വാക്സിൻ കൊടുക്കേണ്ട അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതും JHIയുടെ ഡ്യൂട്ടിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോൾഡ് ചെയ്യാൻ അവർ പറഞ്ഞ സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെല്ലാം JHIയുടെ ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്മ്യൂണൈസേഷൻ സൈറ്റുകളിൽ ഇപ്പം സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വരികയാണ്. ഇപ്പോൾ പൾസ് പോളിയോ പ്രോഗ്രാം, അത്തരത്തിലുള്ള സ്പെഷ്യൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകൾ വരികയാണെങ്കിലും കൂടെ ഇതിൻ്റെ എല്ലാം കോർഡിനേഷൻ ചെയ്യേണ്ടതും JHIയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന ഡ്യൂട്ടീസാണ്. ഇനി അടുത്ത് വരുന്നത് ക്യൂറേറ്റീവ് സർവീസാണ്. ഇപ്പം ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസാണ് JHIയുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം പറയണം. നമ്മൾ ഒന്നും മടിച്ച് നിൽക്കരുത്. അറിയുന്ന കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് 10-20ഓളം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇൻ്റർവ്യൂ ബോർഡിന് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് നമ്മുടെ ഇപ്പം ഈ ക്യൂറേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വരുന്നത്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളോ, അതേപോലെ തന്നെ ഇപ്പം ഒരു നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നു, അവിടെ എന്ത് ആക്ടിവിറ്റീസാണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, അവിടെ എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആവും കൂടുതലും ചോദിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് കളക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് വൈറ്റൽ ഇവൻറ്റ്സ് ആണ്. നമുക്ക് ബർത്ത്, ഡെത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ടിങ് ചെയ്തിരിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഇതിപ്പം നമ്മളിപ്പം ഇനി വരുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഡെത്ത്, ബർത്ത് രജിസ്ട്രേഷനൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഡ്യൂട്ടിയാണ്. സെക്രട്ടറിയെ സഹായിക്കുക എന്നുള്ളതാണ്. ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതിൻ്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. സ്കൂൾ ഹെൽത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താറുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ സ്കൂൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു അസൈൻ ചെയ്തിരിക്കുന്ന ഒരു JPH അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ ആ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ, ഇപ്പോൾ ന്യൂട്രീഷണലായിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സുകൾ എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുക. എന്തെങ്കിലും അസുഖങ്ങൾ ആ ഏരിയയിൽ, സ്കൂളിൽ നിൽക്കുന്ന ഏരിയയിൽ എന്തെങ്കിലും അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവബോധ ക്ലാസ്സുകൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട്. ആ സ്കൂളിൻ്റെ സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തുക. ആ സ്കൂളിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ഹെൽത്തി ആണെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം JHIയുടെ ഭാഗത്തു നിന്നുള്ള ഇതാണ്. ഇനി മെഡിക്കലിലേക്ക് പോകുമ്പോൾ MTP, മെഡിക്കൽ ടെർമിനേഷൻ പ്രോഗ്രാമുകൾ, അതിന് വേണ്ട അസിസ്റ്റൻസുകളും ചെയ്യേണ്ടതെല്ലാം JHI ആണ് ചെയ്യേണ്ടത്. ഇനി പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്, മറ്റേ നമുക്കിപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തും. എവിടെയാണ് നമുക്കിപ്പോൾ മറ്റേ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ പാക്ക്ഡ് ഫുഡുകളൊക്കെ
അത്തരം സ്ഥാപനങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ നടത്തേണ്ട കൃത്യമായിട്ട് റുട്ടീനായിട്ട് ഇൻസ്പെക്ഷൻ നടത്തേണ്ട ഒരു ഏരിയയാണ്. ഹോട്ടൽ ഇൻസ്പെക്ഷൻ നടത്തും. അതുപോലെ തന്നെ ഇതുപോലെ ഫുഡ് മേക്കിംഗ് പ്രൊഡക്ഷൻ സ്ഥലങ്ങളിൽ, പാക്കിംഗ് സ്ഥലങ്ങളിൽ, അതുപോലെ ബേക്കറി അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തേണ്ടതും ആ ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിൻ്റെ പരിധിയിൽ അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ബാധകമാക്കുന്നുണ്ടോ എന്നൊക്കെ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതും അത് ശ്രദ്ധിക്കേണ്ടതും അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനിലേക്ക് വരുമ്പോൾ എന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോഗ്രാം. അത് കൃത്യമായിട്ടുള്ള ഒരു കോപ്പറേഷൻ നടത്തണം. എങ്ങനെയാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഏതൊരു തലത്തിലാണെങ്കിലും കൂടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ ആ ഫിഷ് മാർക്കറ്റിൽ എന്ത് തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനാണ് ചെയ്യേണ്ടത്, അപ്പോൾ അവിടുത്തെ അധികാരികളുമായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ആ കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും അത് എന്ത് വേണ്ടത് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പരിസര ശുചിത്വത്തെക്കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം എല്ലാം ചെയ്യേണ്ടതാണ്. അടുത്തത് സ്റ്റാഫ് മീറ്റിംഗ് കോൺഫറൻസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഇടപാടുകളിൽ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തും. PSC ലെവലാണെങ്കിലും അതുപോലെ തന്നെ ബ്ലോക്ക് ലെവലാണെങ്കിലും പഞ്ചായത്ത് തലത്തിൽ ആ ലെവലിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തും. ഈ ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തുന്നത് എന്തിനാണെങ്കിൽ നമ്മുടെ വർക്കുകൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മീറ്റിങ്ങുകൾ നടത്തുന്നത്. വീക്കിലി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, IDSB മീറ്റിങ്ങുകൾ. അത്തരത്തിലുള്ള മീറ്റിങ്ങുകളും റിവ്യൂ മീറ്റിങ്ങുകൾ, മന്ത്ലി മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്, ആ ജോലികളിൽ ഇനി എന്തൊക്കെയാണ് പോരായ്മകളുള്ളത്, ആ പോരായ്മകൾ പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും ഒരു തടക്കടയില്ല. നമ്മളിപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരുപാട് HI ഉണ്ട്, HS ഉണ്ട്, TA ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളെ ഒരിക്കലും തരം താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല മീറ്റിങ്ങുകൾ നടത്തുന്നത്. മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മീറ്റിങ്ങുകൾ നടത്തുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ മന്ത്ലി മീറ്റിംഗ് ആണെങ്കിലും കൂടെ ഇവാലുവേഷൻ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള ഫീൽഡ് ഡയറി നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമ്മുടെ ഫീൽഡ് ആക്ടിവിറ്റീസുകളെല്ലാം ഡയറിയിൽ കുറിച്ച് വെക്കണം. കൃത്യമായിട്ടുള്ള ഫീൽഡ് ഡയറി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി സർവീസ് ടു എൽഡർലി ചലഞ്ചഡ് ആൻഡ് മെൻ്റൽ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം പ്രായമായിരിക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കായിട്ടുള്ള സർവീസുകൾ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാനസിക ആരോഗ്യ പ്രോഗ്രാമുകൾ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡാറ്റ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ അസുഖങ്ങൾ, STD, HIV AIDS പ്രോഗ്രാമുകളൊക്കെ ആ പ്രോഗ്രാമുകളും അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ JHയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഹെൽത്ത് പ്രോഗ്രാംസുകളാണ്. നമുക്ക് അതത് സമയങ്ങളിൽ എന്തൊക്കെ ഹെൽത്ത് പ്രോഗ്രാമുകളാണ് വരുന്നത്, ആ പ്രോഗ്രാമുകളുടെ പ്രൊവൈഡ് സർവീസ് അണ്ടർ ദി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആസ് പെർ ദി ഗൈഡ് ലൈൻസ് സച്ച് ആസ് പ്രോഗ്രാംസ്. നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും JHയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് രജിസ്റ്റർ ആൻഡ് റെക്കോർഡ്സ് മെയിൻ്റനൻസ് ആണ്. അതിൻ്റെ നമുക്ക് ഇത് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകൾ ഇപ്പോൾ 3 രജിസ്റ്ററുകളുണ്ട്. ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ, ഫാമിലി ഹെൽത്ത് സർവേ ആൻഡ് ഫോളോ അപ്പ് രജിസ്റ്റർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ രജിസ്റ്റർ. ഈ 3 എണ്ണം രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദി 3 രജിസ്റ്റേഴ്സ് കോമൺലി ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ചെയ്യേണ്ടതാണ്. ബാക്കി വരുന്ന സ്റ്റോക്ക് രജിസ്റ്റർ, ഇഷ്യൂ, അതുപോലെ തന്നെ ഡെയിലി കേസ്, ഡെയിലി അബ്സ്ട്രാക്റ്റ്, ഫീൽഡ് ഡയറി, ഇത്തരം കാര്യങ്ങൾ, രജിസ്റ്റർ ഓഫ് ദി അതർ ഹെൽത്ത് ആക്ടിവിറ്റീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളാണ്. ഇനി അവസാനമായിട്ട് പറയുന്നത് ഓൺ കോൾ സർവീസാണ്. നമ്മൾ 24 മണിക്കൂറും അവൈലബിൾ ആവണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ഇപ്പം രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും നമ്മളെ എപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവൈലബിൾ ആവണം, ജോലിക്ക് അവൈലബിൾ ആവണം. എന്തെങ്കിലും പബ്ലിക് ഹെൽത്ത് എമർജൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആവണമെന്നാണ് ഈ ഓൺ കോൾ സർവീസിൽ പറയുന്നത്. അടുത്ത് വരുന്നത്
എനി അതർ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് അസൈൻഡ് ബൈ അതോറിറ്റീസ്. നമ്മുടെ ഹയർ അതോറിറ്റീസ് എന്തെങ്കിലും ജോലികൾ ഇത്തരത്തിലുള്ള ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ പറയുമ്പോൾ അത് ചെയ്യാനും നമ്മൾ തയ്യാറാവണം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നോട്ടുകൾ ഞാൻ ഇതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് നോട്ടുകളും കൂടെയുണ്ട്. ഇപ്പോൾ നമുക്ക് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഉള്ളതിൻ്റെ വീഡിയോസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.